ആധുനിക യുദ്ധക്കളങ്ങളെ ഇന്ന് ഭരിക്കുന്നത് വൻകിട മിസൈലുകളോ കൂറ്റൻ യുദ്ധ ടാങ്കുകളോ അല്ല, മറിച്ച് കൊച്ചുകൂട്ടം ഡ്രോണുകളാണ്. ലോകം ഇന്ന് ഏറ്റവും ഭയപ്പെടുന്ന യാഥാർത്ഥ്യം അതാണ്. റഷ്യയും യുക്രൈനും വിറപ്പിച്ച അമേരിക്കയുടെ വരെ ഉറക്കം കെടുത്തുന്ന ആകാശത്തെ അന്തകന്മാർ. കോടികൾ വിലയുള്ള യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും മുൻപിൽ ഈ ചങ്ങാതിമാർ നടത്തുന്ന പടയോട്ടം വൻകിട രാജ്യങ്ങളുടെ പോലും സാമ്പത്തിക അടിത്തറ തകർക്കുകയാണ്. ലക്ഷങ്ങൾ വിലയുള്ള ഒരു ഡ്രോണിനെ വീഴ്ത്താൻ അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വരുന്നത് $10 ലക്ഷം വിലയുള്ള ക്രൂയിസ് മിസൈലുകളാണ്. യുദ്ധച്ചെലവ് കുത്തനെ ഉയർത്തി ശത്രുക്കൾ തീർത്ത ഈ പുതിയ തന്ത്രത്തിന് മുന്നിൽ ലോകം പകച്ചു നിൽക്കുകയാണ്. ഇനി ഒന്ന് തിരിഞ്ഞു നോക്കാം. ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെ ഒന്നിച്ച് തകർക്കാൻ പാകിസ്ഥാൻ അയച്ചത് അക്ഷരാർത്ഥത്തിൽ ആകാശത്തെ മൂടിക്കളഞ്ഞ 600ഓളം ഡ്രോണുകളാണ്. ഒറ്റയടിക്ക് കൂട്ടത്തോടെ എത്തിയ ആ ഭീഷണിയെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം പൂർണ്ണമായും തകർത്തെറിഞ്ഞു. പക്ഷേ അന്ന് നമുക്ക് നൽകിയ പാഠം വലുതായിരുന്നു. വെറും ചില്ലറക്കാരായ ഡ്രോണുകൾക്ക് വേണ്ടി നമ്മുടെ വിലപിടിപ്പുള്ള മിസൈലുകൾ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ഇന്ത്യയെ കൊണ്ട് ചെയ്യിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പുതിയ കരുനീക്കങ്ങളാണ്. അതെ, ശത്രുക്കളുടെ ഈ തന്ത്രത്തെ നേരിടാൻ ഇന്ത്യ പുതിയ വഴി കണ്ടെത്തി കഴിഞ്ഞു. ക്രൂയിസ് മിസൈലുകൾക്ക് പകരം ചിലവ് കുറഞ്ഞ ലേസർ ഗൈഡഡ് റോക്കറ്റുകളും നവീകരിച്ച വ്യോമ പ്രതിരോധ തോക്കുകളും ഉപയോഗിച്ച ശത്രുവിന്റെ ഡ്രോൺ വ്യൂഹങ്ങളെ ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളഞ്ഞു. മാത്രമല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ IIT മദ്രാസും BALഉം ഒക്കെ ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക റോക്കറ്റ് ഗൈഡൻസ് കിറ്റുകളും നമ്മുടെ പ്രജന്റ് രുദ്ര ഹെലികോപ്റ്ററുകളും ഇന്ന് ആകാശത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഡ്രോൺ വേട്ടക്കാരായി മാറിക്കഴിഞ്ഞു. സംവിധാനത്തിൽ പറന്ന ആകാശത്തെ ഏത് തന്ത്രവും മെനഞ്ഞായി നോക്കുന്ന ശത്രു ഡ്രോണുകൾക്ക് മേൽ ഇനി ഇന്ത്യൻ ഹെലികോപ്റ്ററുകളുടെ മരണം പായും. ഇനിയൊരു ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിച്ചാൽ പാകിസ്ഥാൻ മാത്രമല്ല, ലോകം മുഴുവൻ അറിയും ഇന്ത്യയുടെ പുതിയ ആകാശക്കോട്ടയുടെ ചൂട് എങ്ങനെയെന്ന്. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്. ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഇന്ത്യ. അപ്പോൾ ഈ സംവിധാനത്തിൽ പറന്ന് ആകാശത്ത് ഏത് തന്ത്രവും മെനയാൻ നോക്കുന്ന ശത്രു ഡ്രോണുകൾക്ക് മേൽ ഇനി ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ ഒരു പേടി സ്വപ്നമാവും. ഇനിയൊരു ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിച്ചാൽ പാകിസ്ഥാൻ മാത്രമല്ല, ലോകം മുഴുവൻ അറിയും ഇന്ത്യയുടെ പുതിയ ആകാശക്കോട്ടയുടെ ചൂട് എങ്ങനെയെന്ന്. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്. ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഇന്ത്യ. ഇനി നോക്കൂ, അമേരിക്കയും റഷ്യയും വരെ അടിതെറ്റിക്കുന്ന ഡ്രോൺ യുദ്ധം. ഇന്ത്യയുടെ കയ്യിലുണ്ട് ഡ്രോണുകളെ കൊല്ലുന്ന മറ്റു വിമാനങ്ങൾ. ഇന്ത്യയും ഈ വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ വേണ്ടി 600ഓളം ഡ്രോണുകളാണ് അയച്ചതെന്ന് നിങ്ങൾ ഓർക്കണം. ലോകമെമ്പാടുമുള്ള സായുധ സേനകൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഡ്രോൺ ആക്രമണമാണ്. ആധുനിക യുദ്ധക്കളങ്ങളിൽ ഡ്രോണുകൾ വലിയ തോതിൽ വ്യാപിച്ചിരിക്കുന്നു. എന്നാൽ നിലവിൽ റഷ്യ യുക്രൈനിൽ നിന്നുള്ള വലിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുൻപിൽ വിറയ്ക്കുമ്പോൾ അമേരിക്ക ഇറാന്റെ വില കുറഞ്ഞ ഡ്രോണുകൾ ആക്രമണങ്ങൾക്ക് മുൻപിൽ തളരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഒറ്റയടിക്ക് അയച്ചത് 600 ഡ്രോണുകൾ. ഇന്ത്യയും ഈ വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഇന്ത്യ അവയെല്ലാം നശിപ്പിച്ചു. പക്ഷേ ഇതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കാരണം വില കൂടിയ മിസൈലുകളാണ് ഇവയെ നശിപ്പിക്കാൻ അയക്കേണ്ടി വന്നത്. ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണുകളെ നശിപ്പിക്കാൻ കോടികൾ വിലയുള്ള മിസൈലുകൾ അയക്കേണ്ടി വന്നു. ഡ്രോണുകളെ നേരിടാൻ വില കൂടിയ ക്രൂയിസ് മിസൈലുകൾ അയക്കേണ്ടി വരുന്നത് രാജ്യങ്ങളുടെ യുദ്ധ ചെലവുകൾ കുത്തനെ കൂട്ടുകയാണ്. $20,000 മാത്രം വിലയുള്ള ഡ്രോണിനെ നശിപ്പിക്കാൻ $10 ലക്ഷം വിലയുള്ള മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ വെറും $20,000 വിലയുള്ള ഡ്രോണുകളെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് $10 ലക്ഷം വിലയുള്ള ക്രൂയിസ് മിസൈലുകളാണ് ഉപയോഗിക്കേണ്ടി വന്നത്. ഇതോടെ ഡ്രോണിനെ നേരിടാൻ പലവിധ ചിലവ് കുറഞ്ഞ പരിഹാരങ്ങളും തേടി ഇന്ത്യയും ഇപ്പോൾ പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലുകൾക്ക് പുറമെ ഇന്ത്യ വ്യോമ പ്രതിരോധ തോക്കുകളും ഡ്രോണുകളെ നേരിടാൻ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾക്കെതിരെ ഇന്ത്യ നവീകരിച്ച L-70 ZU-23 തോക്കുകൾ ഫലപ്രദമായി ഉപയോഗിച്ചു. താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഇന്ത്യക്ക് അന്ന് പാകിസ്ഥാന്റെ ചില ഡ്രോൺ ആക്രമണങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ ചില രാജ്യങ്ങൾ ഡ്രോണുകൾക്കും ആളില്ല ആകാശവാഹനങ്ങൾക്കുമെതിരെ ലേസറുകളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകളെ തകർക്കാൻ ആയുധം ഗൈഡഡ് റോക്കറ്റ്. ഡ്രോണുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധം ഗൈഡഡ് റോക്കറ്റാണ്. ഇത് കരയിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും. സ്മാർട്ട് റോക്കറ്റുകൾക്ക് കൃത്യമായി ഡ്രോണുകളെ നശിപ്പിക്കാൻ സാധിക്കും. ഈ റോക്കറ്റുകൾക്കാകട്ടെ ക്രൂയിസ് മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വില കുറവാണ്.
ഒരിക്കൽ തള്ളിക്കളഞ്ഞിരുന്ന അൺഗൈഡഡ് റോക്കറ്റുകൾ ഇപ്പോൾ കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വഴി കാട്ടുന്ന ഇലക്ട്രോണിക് കിറ്റുകൾ ഘടിപ്പിച്ചുകൊണ്ട് ചിലവ് കുറഞ്ഞ കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്ന ആക്രമണ സംവിധാനങ്ങളായി മാറിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അവയുടെ ഫലപ്രാപ്തി ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ അമേരിക്ക ഈയിടെ വിമാനങ്ങളിലും ആക്രമണ ഹെലികോപ്റ്ററുകളിലും ഗൈഡഡ് റോക്കറ്റുകൾ ഘടിപ്പിച്ച് അവയെ തൊടുത്തുവിട്ട് ഇറാനിയൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടിരുന്നു. പൈതൃക ഹൈഡ്ര 70 അൺഗൈഡഡ് റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലേസർ ഗൈഡഡ് കിറ്റായ അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം കൃത്യമായി ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കും. ഇനി അമേരിക്കൻ യുദ്ധവിമാനങ്ങളായ F-60, FA തുടങ്ങിയ യൂറോഫൈറ്റർ, ട്രൈഫൂൺ എന്നിവയുൾപ്പെടെയുള്ള വിമാനങ്ങളിൽ ഗൈഡഡ് റോക്കറ്റുകൾ തന്നെയാണ് ഡ്രോൺ ആക്രമണത്തെ നേരിടാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബെൽജിയത്തിന്റെ ആയുധ നിർമ്മാണ കമ്പനിയായ തെൽസ് ബെൽജിയം വികസിപ്പിച്ചെടുത്ത ഗൈഡഡ് റോക്കറ്റ് യൂറോപ്പിലും ഡ്രോണുകളെ നശിപ്പിക്കാൻ ഉപയോഗിച്ചു തുടങ്ങി. ഇനി ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ യുദ്ധ ഹെലികോപ്റ്ററായ HAL, രുദ്ര, പ്രജൻ തുടങ്ങിയ പ്രിസിഷൻ ഗൈഡഡ് കിറ്റുകൾ പിടിപ്പിച്ചിരുന്നു. ഇവ നിർമ്മിക്കുന്നത് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് കമ്പനിയാണ്. ഡ്രോണുകളെ തകർക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ തദ്ദേശീയമായ ശേഷി വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ സങ്കൽപ് 2026 എന്ന രേഖയിൽ രുദ്ര, പ്രജൻ ഹെലികോപ്റ്ററുകൾ തൊടുത്തുവിടുന്ന 70 mm റോക്കറ്റുകൾക്കായി ഇന്ത്യൻ വ്യോമസേന പുതിയ വാർഹെഡ് മിനി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആളില്ലാ വ്യോമ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നതിനാണ് വാർഹെഡ് പോലുള്ള പ്രത്യേകം രൂപകൽപ്പന ചെയ്യുന്നത്. 25 മീറ്റർ സ്ഫോടന ദൂരമുള്ള 900 ഗ്രാം വാർഹെഡാണ് വ്യോമസേന വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണത്തിനെതിരെ ഫലപ്രദമായ പരിഹാരമാണ്. തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾ ഈ മേഖലയിൽ ഇതിനകം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. IIT മദ്രാസും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായി 10 കിലോമീറ്റർ ദൂരപരിധിയുള്ള 80 mm റോക്കറ്റ് ഗൈഡൻസ് കിറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. Mi-17, Mi-35 ഹെലികോപ്റ്ററുകളിൽ 80 mm റോക്കറ്റുകൾ ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സേവനത്തിലുണ്ട്. കൂടാതെ അവയുടെ കൃത്യതയുള്ള സ്ട്രൈക്ക് ശേഷി മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ലേസർ ഗൈഡഡ് സംവിധാനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മെയ് മാസത്തിൽ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 80 mm റോക്കറ്റുകൾക്കായി ഇന്ത്യൻ നാവികസേന ഒരു താൽപര്യപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ പ്ലാറ്റ്ഫോമുകളായി ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഡ്രോണുകൾ എന്ന ഈ ആളില്ലാ സംവിധാനങ്ങൾ താഴ്ന്നും സംവിധാനത്തിലും പറക്കുന്നു. ഇറാനിയൻ മെച്ചപ്പെടുത്തിയ വകഭേദമായ റഷ്യൻ ഗെറാൻ ഡ്രോണുകളെ തടയാൻ യുക്രൈൻ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും ഇന്ന് ഭയപ്പെടുന്നത് ഇത്തരത്തിൽ ഡ്രോണുകളെയാണ്. ഈ ഒരു ഡ്രോണുകളെ നശിപ്പിക്കാൻ കോടികളാണ് അവർക്ക് ചിലവാക്കേണ്ടി വരുന്നത്. ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ ഇന്ത്യയും വന്നിരിക്കുകയാണ്. ഇനി ഈ റോക്കറ്റുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ എല്ലാം വെടിവെച്ചിടാനാകും. ഹെലികോപ്റ്ററുകൾ വളരെ ഫലപ്രദമായ ഡ്രോൺ കൊലയാളികളാണെന്ന് ഇന്ത്യ തെളിയിക്കുകയാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ മിക്ക യുദ്ധവിമാനങ്ങൾക്കും 200 കിലോമീറ്റർ കൂടുതൽ വേഗതയുണ്ട്. ഉദാഹരണത്തിന് FA-18 വിമാനത്തിന് 240 കിലോമീറ്റർ വേഗതയുണ്ട്. തൽഫലമായി ഡ്രോണുകളെ നശിപ്പിക്കും വരെ ഒരു യുദ്ധവിമാനത്തിന് അതിന്റെ പറക്കൽ പരിധിയുള്ള ഒരു ഡ്രോണിന് ചുറ്റും തുടർച്ചയായി വട്ടമിട്ട് പറക്കേണ്ടി വരും. അത്തരം ഒരു മോഡിൽ പ്രവർത്തിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും വിമാനത്തിന്റെയും പൈലറ്റിന്റെയും ഒക്കെ ഇതിന് കാരണമായേക്കാം. ഇനി ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു ഗുണം അവ റൺവേയിൽ നിന്ന് സ്വതന്ത്രമായതിനാൽ ഡ്രോണുകൾ പ്രവേശിക്കാൻ സാധ്യതയുള്ള റൂട്ടുകൾക്ക് സമീപം വിന്യസിക്കാൻ കഴിയും എന്നതാണ്. മിക്ക ആധുനിക സൈനിക ആക്രമണ ഹെലികോപ്റ്ററുകളിലും റഡാറുകൾക്ക് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചെറിയ ഡ്രോണുകളെ കണ്ടെത്താൻ കഴിയുന്ന നൂതന ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും തെർമൽ ഇമേജറുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്ത്യ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇടതൂർന്ന മഴക്കാടുകൾ മുതൽ ഉയർന്ന ഹിമാലയം വരെ അതിർത്തി പ്രദേശങ്ങളിൽ ആയുധസേന ഇതിനകം തന്നെ ഹെലികോപ്റ്ററുകൾ വ്യാപകമായി വിന്യസിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഫോർവേഡ് പ്രദേശങ്ങളിൽ ഈ ഹെലികോപ്റ്ററുകളെ എളുപ്പത്തിൽ ലഭ്യമാക്കാം. ഹെലികോപ്റ്ററുകൾ വളരെ ഫലപ്രദമായ ഡ്രോൺ കൊലയാളികളാണെന്ന് ഇന്ത്യ കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഡ്രോണുകളെ ആക്രമിക്കാവുന്ന ഗൈഡഡ് മിസൈൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈയൊരു വിമാനങ്ങൾ ആധുനിക യുദ്ധത്തിൽ ഇതിനകം തന്നെ തങ്ങളുടെ പങ്ക് ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്തിലെ യുദ്ധത്തിന് നിർവഹിക്കുന്ന ഭീഷണികളായ ഡ്രോണുകളെ നേരിടാൻ ഇപ്പോൾ അവയുടെ ഉപയോഗം വിപുലീകരിക്കുകയാണ്. ടാങ്കുകളെ ആക്രമിക്കാനുള്ള ഫലപ്രദമായ മാർഗമായി കണക്കാക്കപ്പെട്ടിരുന്ന ഹെലികോപ്റ്റർ
ഹെലികോപ്റ്ററുകളെ വർദ്ധിച്ചു വരുന്ന ഡ്രോണുകളുടെ ഭീഷണിയെ നേരിടാൻ ഏറ്റവും വിശ്വസനീയമായ കൗണ്ടറുകളിൽ ഒന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഭാഗമുണ്ടായാൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യയുടെ ഈ സംവിധാനത്തിന്റെ ചൂടറിയും എന്ന് തന്നെ പറയാം. എന്തായാലും ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ ഒന്നുകൂടി ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത്തരമൊരു സംവിധാനം ഇന്ത്യ ഇറക്കിയതോടെ അവർക്ക് വീണ്ടും വിറളി പിടിച്ചിരിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ 600ഓളം ഡ്രോണുകളാണ് അവർ ഇങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷേ അതിനെയെല്ലാം ഇനി നിഷ്പ്രയാസം തകർത്ത് കളയാൻ ഇന്ത്യക്ക് സാധിക്കും. അത്തരത്തിലൊരു രീതിയിലേക്ക് ഇപ്പോൾ ഇന്ത്യ വളർന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.